Don't wait. Don't wait. ശ്രീവിദ്യ സ്ലോ. സ്പീഡിൽ. ശ്രീവിദ്യ ഓട്. ശ്രീവിദ്യ ഓടുന്നില്ല. ശ്രീവിദ്യ ഓടണം. ആ പുളിശ്ശേരി ഓടുന്നില്ല. ലക്ഷ്മി ആ പുളിശ്ശേരി ഓടുന്നില്ല. ഓടുന്നില്ല. ഫെയർ അല്ല. പുളിശ്ശേരി എടുത്ത് ഓടാൻ പറ. ഓട്. ആ ഓട്. അതിനോട് പോര്. ഓടണം. ആ പോര്. ശ്രീവിദ്യ പോര്. ആ അയ്യോ മയിൽപ്പീലി അവളെ എവിടുന്ന് വന്നു? ഈ മയിൽപ്പീലിയൊക്കെ എവിടുന്ന് വന്നത്? Good job, ശ്രീവിദ്യ. കള്ളക്കളി അലമ്പാക്കണം. പക്ഷേ ഈ കൃഷ്ണന്റെ കയ്യിൽ ഞാൻ അനൗൺസ് ചെയ്യാത്ത മയിൽ പോയിന്റ് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു മയിൽപ്പീലി ശ്രീവിദ്യ അടിച്ചു മാറ്റിയത് കൊണ്ട് തന്നെ ഈ ഒരു ജയം സുമയുടെ ടീമിലേക്ക്. നമ്മളങ്ങനെ നോക്കുന്നില്ല. Good job, സുമ. ഇത് ഇവക്കടെ വാല് തന്നെ എന്നൊക്കെ സമ്മതിച്ച കുഴപ്പമുണ്ടോ? ഈ മയിൽപ്പീലി ഇവക്കടെ വാല് തന്നെ. ഇതെങ്ങനെ വന്നു? ഇതാ മണ്ടൻ തന്നത് ദിവൻ. എന്റെ കയ്യിൽ ചോദിച്ചോണ്ട് വന്നല്ലേ ഞാൻ ചോദിച്ചോണ്ടെന്നല്ലേ ഇവിടെ പൊട്ടാ. അല്ല നമ്മളെ ടീമിലുള്ള 2 എണ്ണം കണക്കാ. ഒരുത്തിനടുക്ക കിരീടം ചോദിച്ചപ്പോ തരൂല. അഖിൽ മാരാർ കംപ്രഷൻ റൂമിൽ പോയി ചോട്ടവാർ പോയി എടുത്തുകൊണ്ട് വരിക. ഇല്ല ഇതിന് ഞാൻ അടികൊള്ളൂ. എന്റെ അടി കൂടെ ശ്രീവിദ്യ കൊള്ളണം. തങ്കത്തിന്റെ മണ്ട അടിച്ചു പുളക്കും. ആരാ അടി പഠിക്കാൻ ജയിച്ചത് നമ്മുടെ ക്യാപ്റ്റൻ അഖിൽ മാരാറിന്റെ ടീമാണ്. അതുകൊണ്ട് തന്നെ തോറ്റിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ലൈവായിട്ട് ചാട്ടടി കാണണ്ടേ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മടോ ഹൈ വോൾട്ടേജല്ലോ. ചാട്ടവാർ ഇവിടെ നിർത്തിയോന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സന്തോഷായി. ലൈവായിട്ട് കാണാൻ ഭയങ്കര റെഡി. അതായത് തോറ്റ ടീമിനെ ജയിച്ച ടീമാണ് ലൈക്ക് അടിക്കേണ്ടത്. വേറൊരു പ്രശ്നമുണ്ട്. ഗെയിം കളിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും കൊള്ളാനും ഒക്കെ പറ്റുള്ളൂ. എന്ത് ചെയ്യാം? അവിടെ കേറി ചമ്പ്രം പഠിച്ചിരുന്ന് കൗണ്ടർ അടിക്കുമ്പോ ആലോചിക്കണ്ടേ? ആക്റ്റീവ് ആ പ്രധാനപ്പെട്ട പോയിന്റ് ഞാനാ പറഞ്ഞത്. വല്ലവന്റെ കയ്യിരിക്കുന്ന ആരാന്റെ കയ്യിരിക്കുന്ന എല്ലാം മേടിച്ചോണ്ട് കിടക്കുവായിരുന്നു. ആ ശ്രീവിദ്യ പുളിശ്ശേരി. അപ്പൊ എന്തായാലും ശ്രീവിദ്യ പുളിശ്ശേരിക്ക് പുളിശ്ശേരിയും ഓലനും കാളനും ഒക്കെ ചേർത്ത് സാമ്പാറും കൂട്ടി ഇപ്പൊ കിട്ടും. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ